അർജന്റീന വേഴ്സസ് ഈജിപ്ത് മത്സരം. അതിൽ റഫറിയുടെ പല ഡിസിഷനുകളും അർജന്റീനക്ക് ഫേവറായിട്ട് മാറി എന്നതാണ് ഇപ്പം നടക്കുന്ന കോൺട്രവേഴ്സി. അതായത് ഇവരെല്ലാവരും പറയുന്ന രണ്ട് കാര്യമാണ്. അതൊന്ന് മാർട്ടിനസിനെ ഫൗൾ ചെയ്തും മറ്റൊന്ന് മോസലയെ പെനാൾട്ടി ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്തതുമാണ്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷനാണ് റഫറി ഈ രണ്ട് ഇൻസിഡൻറ്റിലും റഫറി എടുത്തിരിക്കുന്നത്. എന്നാൽ റഫറി കാണാതെ പോയ, റഫറിക്ക് തെറ്റുപറ്റിയ മറ്റൊരു ഇൻസിഡൻറ്റ് ഈ മത്സരത്തിൽ നടന്നിട്ടുണ്ട്. അതായത് ഈജിപ്തിന് ലഭിക്കേണ്ട ഒരു പെനാൾട്ടി നഷ്ടമാകുന്ന ഒരു രംഗം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മാർട്ടിനസിന്റെ കാര്യം പറയാം. മാർട്ടിനസിനെ സംബന്ധിച്ച് അദ്ദേഹം വിത്ത് ബോളുമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈവശമാണ് പന്തുള്ളത്. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് ജേഴ്സി നമ്പർ 19 മർവാൻ അദ്ദേഹത്തെ പിടിച്ച് വലിക്കുന്നതും കാണാം, അതോടൊപ്പം സ്റ്റെമ്മിങ് ചെയ്യുന്നതും കാണാം. ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ആ പന്ത് നേരെ പോയി തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ ഈജിപ്ത് അവിടെ നേടുന്നത്. അതിനുശേഷം റഫറി അവിടെ പെനാൾട്ടി റഫറി അതിന് ഒരു ഫൗള് അനുവദിക്കുന്നു. അത് വാർച്ചക്കിലൂടെയായിരുന്നു റഫറി ഒരു ഫൗള് അനുവദിക്കുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. നമ്മൾ അത് റീവൈൻഡ് ചെയ്ത് കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു ഫൗളാണ് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻസിഡൻ്റ് ആണ് മോസലയെ സംബന്ധിച്ച്. മോസല പന്തുമായിട്ട് അർജന്റീനയുടെ പെനാൾട്ടി ബോക്സിലേക്ക് കടക്കുന്നു. അവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുമ്പോൾ അവിടെ ആ പന്ത് അൽവാരസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കോണ്ടാക്റ്റിലാണ് അദ്ദേഹം ആ നിലത്ത് വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതായത് ഫിഫ റൂൾ പ്രകാരം ഇന്റർസെപ്റ്റ് ചെയ്ത പന്തിന് ശേഷമാണ് ഒരു മൈന്യൂട്ട് കോണ്ടാക്റ്റിലൂടെ ആ പ്ലെയറെ ഫൗളായിട്ട് മാറുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ഫൗളായിട്ട് കൺസിഡർ ചെയ്യില്ല എന്നാണ് ഫിഫയുടെ നിയമം. അതുകൊണ്ടാണ് ഈ രണ്ട് ഇൻസിഡന്റിലും റഫറി അവിടെ ഒന്നിൽ ഫൗൾ അനുവദിച്ചതും ഒന്ന് ഫൗൾ അനുവദിക്കാതെ പോയതും. അത് ഓരോ ടീമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ടീമിന് അനുകൂലമായതും മറ്റൊരു ടീമിന് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കിയതും അതുകൊണ്ടാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഈ മത്സരത്തിൽ ഈജിപ്തിന് ലഭിക്കേണ്ട ഒരു പെനാൾട്ടി നഷ്ടമാകുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അതായത് മെക്കാലിസ്റ്റർ ഈജിപ്ഷ്യൻ താരമായ ഫാത്തിയെ അവരുടെ ബോക്സിൽ ഒരു പിടിച്ച് നിലത്തിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫാത്തി ആ ബോക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മക്കാലിസ്റ്റർ അദ്ദേഹത്തെ പിടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വിത്തൗട്ട് ബോൾ ആണെങ്കിൽ കൂടി ഇതുപോലത്തെ ദിസ് ടൈപ്പ് ഓഫ് ഫൗളുകൾ ഔട്ട്സൈഡ് ദി ബോക്സിലാണെങ്കിലും ഒരു പെനാൾട്ടി അല്ലെങ്കിൽ ഒരു ഫൗള് അനുവദിക്കുന്ന ഒരു ഫൗളാണ്. എന്നിട്ട് പോലും റഫറി ആ ഫൗള് അനുവദിക്കുന്നില്ല. ഒരു പെനാൾട്ടിക്കുള്ള അവസരമായിരുന്നു, ഒരു ഷുവർ പെനാൾട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ റഫറി അത് അനുവദിക്കുന്നില്ല. ഒരു വാർ ചെക്കിലേക്ക് പോലും പോവാതെയാണ് പിന്നീട് ആ മത്സരം തുടർന്നത്. അതിനുശേഷം ഈജിപ്ത് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ എത്രത്തോളം കാര്യമുണ്ടാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം ഓൾറെഡി അർജന്റീന വിജയിച്ചിരിക്കുകയാണ്, അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്, അടുത്ത മത്സരം അവർ കളിക്കാനിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇനി എത്രത്തോളം അതിനൊരു അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ അതല്ല, റിഗ്ഡ് ആണ്, റോബ്ഡ് ആണ് എന്ന് പറയുന്നത് 79 മിനിറ്റ് വരെ നടക്കാതെ പോയ കാര്യങ്ങൾ വെറും 13 മിനിറ്റ് കൊണ്ട് അർജന്റീനക്ക് എങ്ങനെ സാധിച്ചെടുക്കാൻ സാധിച്ചു? അതാണ് മനസ്സിലാവാത്തത്. മറ്റൊരു ടോക്കിംഗ് പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ് അർജന്റീനയുടെ മെയിൻ സ്ട്രൈക്കർമാരായിട്ടുള്ള ഹൂലിയൻ അൽവാരസും ലൗട്രോ മാർട്ടിനസിനും ഇതുവരെ ഈ ടൂർണമെന്റിൽ ഇതുവരെയായിട്ട് ഒന്ന് തിളങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ലൗട്രോ മാർട്ടിനസിന് ആകെ നേടാൻ സാധിച്ചത് ഒരു പെനാൾട്ടി ഗോൾ മാത്രമാണ്. പിന്നെ ഈ മത്സരത്തിലെ ഒരു അസിസ്റ്റും. അത് രണ്ടും മാറ്റി നിർത്തിയാൽ 20 നേട്ടങ്ങളും 0യാണ് ഈ ടൂർണമെന്റിൽ. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഹൂലിയൻ അൽവാരസിന്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം മൊത്തത്തിൽ സൈലന്റ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ആയാൽ പോരാ. കാരണം ഇനി നേരിടാൻ പോകുന്ന ടീമുകളൊക്കെ എന്ന് പറയുന്നത് അതിശക്തരാണ്. കാരണം സൂപ്പർ 8ലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇനിയും ഇതുപോലെയാണ് അർജന്റീന കളിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ലിയണൽ മെസ്സിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ടീം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം മാത്രമാണ് ഒരു കൺസ്റ്റന്റ് ഗോളടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗോളടിക്കുന്ന അസിസ്റ്റ് നൽകുന്ന ഒരു രംഗം നമ്മൾ കാണുന്നത്. അദ്ദേഹം ഇല്ലാത്ത ഒരു അർജന്റീന നിര ഒന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അൽവാരസിനെ പോലത്തെ ലൗട്രോ മാർട്ടിനസിനെ പോലത്തെ സ്ട്രൈക്കർമാർ നിറഞ്ഞ് ഗോളടിച്ചേ മതിയാകൂ. അതിനെ അർജന്റീന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമാണ് അർജന്റീന ഇപ്പോൾ അവസാനം കളിച്ച 2 മത്സരങ്ങൾ, അതായത് കെപ്പേവർദക്കെതിരെയും ഇപ്പോൾ അവസാനം കളിച്ച ഈജിപ്തിനെതിരെയും, ഈ 2 മത്സരങ്ങളും അർജന്റീനയെ സംബന്ധിച്ച് അവരുടെ ഒപ്പോണന്റ് എന്ന് പറയുന്ന 2 ടീമുകളും തങ്ങളെക്കാൾ എത്രയോ ദുർബലരായ ഫിഫ റാങ്കിങ്ങിൽ താഴെയുള്ള 2 സ്ഥാനക്കാരാണ്. എന്നിട്ടും ഈ അർജന്റീനക്ക് അവരോട് വിജയിക്കാൻ അവസാന സമയം വരെ, അറ്റ് ലാസ്റ്റ് ദ എൻഡ് ഓഫ് ഗെയിം, അതുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോഴും ഇതേ രീതിയിലാണ് കളിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ മൊത്തത്തിൽ കൈവിട്ടു പോകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കെപ്പേവർദയും ഈജിപ്തും എന്ന് പറയുന്നത് 2 ആഫ്രിക്കൻ രാജ്യമാണെങ്കിൽ കൂടി ഇരുവരും അർജന്റീനയേക്കാൾ എത്രയോ താഴെ തട്ടിലുള്ള 2 ടീമുകളാണ്.
അവര് ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മുമ്പോട്ടുള്ള അർജന്റീനയുടെ അവസ്ഥ? അപ്പോൾ അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയെ കാത്തു നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ കൊളംബിയയെ അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിൽ കൂടി അവിടെ കൊളംബിയയെ തകർത്തുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. അവിടെ അർജന്റീനയെ അവർ നേരിടാൻ പോവുകയാണ്.